ഹലോ ഗായ്സ്, അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇടിയപ്പമാണ്. അപ്പം ഞാൻ അതിനുള്ള മാവ് കുഴക്കണേണ്. ഇടിയപ്പം ഒരു തട്ട് വെച്ചു, അടുത്ത തട്ട് വെക്കണേണ്. അപ്പം അത് വേകട്ടെ കേട്ടോ. കടല ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. സവാളയും വേപ്പില എടുത്തു വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കടലക്കറി വെക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ കുറച്ച് കടല എടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഇത് തേങ്ങ ഒതുക്കിയ മിക്സിയിലാണ് ഞാൻ ഇട്ടത്. പിന്നെ ഇത് പെരിഞ്ജീരകം, നമ്മളെപ്പോഴും ഇച്ചിരി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ എന്തേന്ന് 2 ഏലക്ക. അപ്പോൾ കടലക്കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് വരും. എന്നിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. കടല അരച്ച് വെച്ചു, പെരിഞ്ജീരകം ഏലക്ക ഇട്ടിട്ട് കുറച്ച് കടല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് കടലക്കറി വേഗം റെഡിയാക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞു വെച്ച സവാള ഇട്ടു. ഇതായി കഴിയുമ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി മസാലപ്പൊടി, എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇടും. പിന്നെ റെഡിയാക്കുന്നത് കാണാം. കടലക്കറി ഇവിടെ റെഡിയായി. താളിച്ചൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകണം. ഇടിയപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഗോഡ്വിന് കഴിക്കാൻ ഇടിയപ്പം എടുക്കണേണ്. കടല നല്ല കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഗോഡ്വിൻ കുട്ടന് കഴിക്കാനെടുത്തു. ഗോഡ്വിന് ചോറെടുത്ത് വെച്ചു ഞാൻ. പിന്നെ കടലക്കറി. ഗോഡ്വിന് ഒരു മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.